നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ സ്വാഗതം. ഇപ്പോൾ ഈ പുറകിൽ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഒരു മൂന്നാർ ഗേറ്റ് റെസിഡൻസി. റൂമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നല്ലേ. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഈ റോഡ് കണ്ടില്ലേ, നമ്മുടെ കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്. പൂപ്പാറ ഈ വഴിയൊക്കെയാണ് നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈമായി നമ്മൾ ആ ഗ്യാപ്പ് റോഡ് വരെ ഒന്ന് പോയി, അതായത് നമ്മുടെ ലോക്ക്ഹാർട്ട് ഏരിയ ഉണ്ടല്ലോ അവിടെ വരെ പോയി എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ ചുമ്മാ കാണാൻ റൈഡ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സൺസെറ്റ് ഇപ്പോൾ കഴിഞ്ഞല്ലോ, സൺസെറ്റ് കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിപ്പോയി ഞാൻ. അപ്പോൾ ഇച്ചിരി ലേറ്റായി. എന്താണെങ്കിലും ഒരു റൈഡ് പോയേക്കാം, ഒരു ഡ്രൈവ് പോയേക്കാം. തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. പുറത്തിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് വന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പായി വരുന്നുണ്ട്. സെറ്റാണ്. അതുപോലെ നമ്മളത് ആ ഒരു അരുവി അവിടെ താഴെ ഉണ്ട്. നാളെ രാവിലെ അവിടെ പോയി കുടിക്കാനുള്ളതൊക്കെയാണ്. പിന്നെ നമ്മുടെ റെസിഡൻസിയുടെ താഴെ ഇതേപോലെ ഷോപ്പൊക്കെ ഉണ്ട്, ചോക്ലേറ്റ്സും ചായപ്പൊടിയൊക്കെ വാങ്ങാം. അപ്പോൾ അതേ പ്രശോഭേട്ടൻ അമ്മയൊക്കെ അതേ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ പോവല്ലേ നമുക്കൊരു ഡ്രൈവ് പോയി വരാം ലോക്ക്ഹാർട്ട് ആ ഒരു ഏരിയ വരെ. അപ്പം ഞാൻ ആസ് യൂഷ്വൽ ഫ്രണ്ടിലെ കോ ഡ്രൈവർ സീറ്റ് കയറി. ആനയെ കാണുമോ പ്രശോഭേട്ടാ? അപ്പം നമ്മളിവിടെ ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഏരിയ ഉണ്ട് ഗ്യാപ്പ് റോട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിർത്തിയേക്കാണ്. താഴെ കണ്ടോ, ആ കാണുന്നതാണ് ആനയിറങ്കൽ ഡാം. ഇതിലും ഇരുട്ടായിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഐഫോൺ ആയ കാരണം ഇത് നല്ല ലൈറ്റുള്ള പോലെ തോന്നുകയാണ്. അപ്പോൾ അത് നമുക്ക് താഴെ ഇങ്ങനെ ആനയിറങ്കൽ ഡാമിൻ്റെ ആ ഒരു വൃഷ്ടിപ്രദേശമൊക്കെ കാണാം. പറ്റുകയാണെങ്കിൽ നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ദൂരെ മലകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് കാണാം, വീടുകളും ബിൽഡിങ്ങുകളിലൊക്കെ. അച്ഛനമ്മീൻ്റെ ഇവിടെ നിന്ന് ആ ഒരു വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മേ? നല്ല രസമുണ്ട് അല്ലേ? തണുപ്പുണ്ട് കുറേശ്ശെ. അവിടെ ദൂരെ ഇങ്ങനെ ഓറഞ്ച് സ്കൈയും സൂര്യാസ്തമിച്ചാണ്ട്. അപ്പം നമ്മളിത് ആ ഒരു ലോക്ക്ഹാർട്ട് ആ ഒരു പോർഷനിലെത്തി. ഇവിടെ ഫുള്ള് കടകളാട്ടോ, ചെറിയ ചെറിയ തട്ടുകട പോലെ. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് മാഗിയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി നേരമാണ്, ഒരു തിരക്കില്ല കാര്യമായിട്ട്. നല്ല തണുപ്പുണ്ട്, സെറ്റാണ്. ഫുള്ള് ഗ്രെയിൻസാണ്, ഇരുട്ടത്തെടുക്കണോണ്ടോ ഒന്നും തോന്നരുത്. അപ്പോൾ ഈ താഴെ കാണുന്ന ലൈറ്റൊക്കെ ഇല്ലേ, ഇത് നമ്മുടെ രാജകുമാരി രാജാക്കാട് ഭാഗങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കയറി പൂപ്പാറയൊക്കെ എത്തിയത്. പൂപ്പാറ എന്നപ്പോൾ നമ്മൾ ഈ ഒരു ലോക്ക്ഹാർട്ട് ഏരിയയിലെത്തി. ഇവിടെ ഫുള്ള് ഇതേ കണ്ടോ, അങ്ങനെ കടകളാണ് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ അച്ഛനും അമ്മയും പ്രശ്നമൊക്കെ തണുത്ത് വരച്ച് വരുന്നുണ്ട്. എന്താ തണുക്കുണ്ടോ? തണുക്കുണ്ടോ അമ്മേ? താഴെ കാണുന്നത് രാജാക്കാട് രാജകുമാരി ഭാഗമൊക്കെയാണ്. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് കയറി വന്ന്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് അച്ഛാ? കൊള്ളാല്ലേ? ചൂടത്തുനിന്ന് തണുപ്പത്തേക്ക്. അമ്മയ്ക്കല്ലേ തണുപ്പില്ലാന്ന് അമ്മയ്ക്കല്ലേ പരാതി ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ ആ ഒരു ഗ്യാപ്പ് റോഡ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ ഇരുട്ടായ കാരണം പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. രാവിലെ ഏതാണ്ട് ഇപ്പോൾ 6 മണിയായി. കണ്ടില്ലേ, വെളിച്ചമായി വരുന്നേ ഉള്ളൂ. ചെറിയൊരു മഞ്ഞിൻ്റെ മൂടലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ സൺറൈസ് കാണാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ സൂര്യൻ ചെറുതായിട്ടൊന്ന് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് തമിഴ്നാട് വരെ ഒന്ന് പോവാം, വ്യൂ ഒക്കെ ഒന്ന് കാണാൻ. സൺറൈസ് കാണാൻ തമിഴ്നാട് പോകാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ പൂപ്പാറയിൽ നിന്ന് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധിമേട്ട് എത്തും. 11-12 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോധിമേട്ട് വരെ പോവാം. താഴെ ഒരു ബോധിമേട്ട് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, തമിഴ്നാടിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്നത്. അതിന് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകണം. അപ്പോൾ ലിറ്ററലി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റൂമിൽ വരും. താഴെ പുഴയിൽ പോയി ആ ഒരു അരുവി പുഴയൊക്കെ ഉണ്ടല്ലേ പിന്നിൽ, അവിടെ പോയി ഒന്ന് കുളിക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഏതായാലും നമ്മൾ താമസിച്ച ഒരു മൂന്നാർ ഗേറ്റ് റെസിഡൻസിയാണ് അത്. വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നല്ല ഫുള്ള് റീൽസ് കണ്ടിരിക്കലൊക്കെ ആയിരുന്നു പരിപാടി. തൊട്ടുമുമ്പിൽ നമ്മളാ ഒരു ഹൈവേ കിടക്കുന്നുണ്ട്, കൊച്ചി ധനുഷ്കോടി ഹൈവേ. അപ്പോൾ ഏതായാലും കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അച്ഛനമ്മയും പ്രസവപേട്ടനും വന്ന് നമ്മൾ ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് പോവാം. അപ്പോൾ അതെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മൾ സെൽഫ് പ്രൊമോഷൻ ചെയ്യാണ്.
അപ്പം നമ്മൾ ആ ഒരു പൂപ്പാറ ടൗൺ എത്തുകയാണ് കേട്ടോ. ഇതാണ് ആ ഒരു പൂപ്പാറ ടൗൺ. ഇവിടുന്ന് റൈറ്റ് എടുത്താലാണ് നമുക്ക് രാജാക്കാട് സൈഡിലേക്കോ അല്ലെങ്കിൽ ഉടുമ്പൻചോല ശാന്തമ്പാറ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള വഴി വരുന്നത്. പക്ഷെ നമ്മൾ നേരെ തേനി റൂട്ട് പോവാണ്. അപ്പോൾ ആ തേനി റൂട്ടിൽ പോയി നമ്മൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാടിൻ്റെ. ആ ചെക്ക് പോസ്റ്റ് കടന്ന് താഴെയുള്ള സ്ഥലമാണ് ബോധി നായ്ക്കന്നൂർ. എതിർച്ചോര ഇറങ്ങിപ്പോയാൽ താഴെയുള്ള സ്ഥലം. പക്ഷെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് വരെ പോകുള്ളൂ. ചുരം ഫുൾ ഇറങ്ങാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബോധി വ്യൂ പോയിന്റ് എന്ന് പറയുക, ബോധിമേട്ട് വ്യൂ പോയിന്റ്. അപ്പോൾ ആ ഒരു മോർണിംഗ് ഫ്രഷ്നെസ്സോടുകൂടി നമ്മളിങ്ങനെ അങ്ങോട്ട് പോവാണ്. നമ്മളപ്പോൾ ആ ഒരു ബോധിമേട്ട് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. താഴെ മുഴുവൻ കണ്ടില്ലേ, കോട മൂടി ഇങ്ങനെ നിൽക്കുന്ന. നമ്മളിപ്പോൾ അത്യാവശ്യം ഹൈറ്റിലാണ്. താഴെ കണ്ടോ അങ്ങനെ എല്ലാ സ്ഥലവും അങ്ങനെ കോട മൂടി നിൽക്കുന്നത്. ഇപ്പുറത്ത് ഈ മലകളാണെങ്കിൽ കണ്ടോ, ആ മലയുടെ ലെവലിലാണ് മേഘങ്ങളും സംഭവങ്ങളൊക്കെ നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് കൊളുക്കുമല ഈ ഭാഗത്ത് എവിടെയായിട്ട് വരും. മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണ് കൊളുക്കുമല വരുന്നത്. കണ്ടോ ആ മലയുടെ ലെവലിലൊക്കെ മേഘങ്ങളും ഒക്കെ നിൽക്കുന്ന എന്ത് രസമല്ലേ. അമ്മേ എങ്ങനെയുണ്ട് വ്യൂ? രസാലേ. നമുക്കൊരു സംഭവം അറിയോ, നമ്മളൊരു വ്യൂ പോയിന്റ് പിടിക്കാൻ വേണ്ടി പോണത് തമിഴ്നാട്ടിലേക്കാണ് കേരളത്തിൽ നിന്ന്. അതിന് 2 കിലോമീറ്റർ കൂടി ബോഡിമേട്ട് താഴെ നോക്കിയ കോട. അപ്പം ഇത്രയും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഉള്ള. അപ്പം എങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കാതിരിക്കുക? അപ്പോൾ ഡ്രൈവർ ചേഞ്ചാണ്, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്ത് ഓടിച്ചു വരാം. അപ്പം നമ്മൾ ആ ഒരു ബോധിമേട്ട് വ്യൂ പോയിന്റ് ഭാഗത്തേക്ക് എത്തി. പിന്നിൽ ഗടാഗടീനായ ഒരു മലയൊക്കെ കാണാം. അപ്പോൾ 17 ഹെയർ പിൻ അടങ്ങുന്ന ഒരു ചുരമാണ് കേട്ടോ അത്. നമ്മുടെ തേനി ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ചുരമാണ്. ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ 17 ഹെയർ പിൻ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ 2 ഹെയർ പിൻ ഇറങ്ങിയിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിന് അങ്ങോട്ട് വന്നത്. ആക്ച്വലി നമ്മൾ സൺറൈസ് കാണാൻ ഇങ്ങോട്ട് വരാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മളൊരു 15-20 മിനിറ്റ് ലേറ്റായി. സൂര്യൻ കുറച്ചൊന്ന് ഉദിച്ച് ഇവിടെ എത്തി. 7 മണിയായിട്ടുള്ളൂ. പക്ഷേ ഒടുക്കത്തെ വെയിൽ. താഴെ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഏരിയ കാണാം ബോഡിമേട്ടിൻ്റെ. അവിടെ മലയും മലയുടെ സൈഡൊക്കെ കോടയൊക്കെ ഇറങ്ങി വരുന്ന കാണാം. അപ്പം അമ്മേ കുറച്ച് ലേറ്റ് ആയില്ലേ നമ്മൾ വന്നത്? നമ്മൾ വെയിലോട് കൂടിയുള്ള സൺറൈസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിത് കാണാൻ വേണ്ടി കേരളത്തിൽ തമിഴ്നാട് വരെ വന്നത് വെള്ളയിലേക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പൂപ്പാറ സൈഡിൽ നിന്നൊക്കെ 5:30 ഇറങ്ങുക. 6 മണി 6:15 ഉള്ളിലാണ് നമ്മൾ സൺറൈസ് വരുന്നത് ഈ കാലത്ത് കേട്ടോ, സമ്മറിൽ. നമ്മളേതായാലും വ്യൂ പോയിന്റ് വരെ വന്നു ബോധിമേട്ട്. പക്ഷെ സൺറൈസ് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, ആരും കുഴപ്പമുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ കാറ് കയറി തിരിച്ച് നമ്മളെ റൂമിൽ പോവാണ്. പുഴയിൽ പോയി കുളിക്കണ്ടേ. അപ്പം നമ്മൾ ആ ഒരു ബോധിമേട്ടൊക്കെ പോയി വരുമ്പോൾ ഇപ്പോഴും ഇതേ ആ മലയുടെ മുകളിലൊക്കെ മേഘങ്ങൾ ഇങ്ങനെ പോകണുണ്ട്. എന്ത് രസമല്ലേ. മേഘങ്ങളുടെ ലെവലിലാണ് ആ മല നിൽക്കുന്നത്. അല്ല മേഘത്തിൻ്റെ മലയുടെ ലെവലിലാണ് ആ മേഘങ്ങൾ പോകുന്നത്. എന്ത് രസമാണ് നോക്കി. കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൂ സ്കൈയും ഗ്രീനറിയും. എന്ത് രസമല്ലേ. ഇതൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന കാഴ്ച. ഇനി വെയിൽ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അടിപൊളി. അപ്പം നമ്മളിതേ ആ ഒരു പുഴയിൽ കുളിക്കാൻ പോട്ടെ. പുഴ അരുവി എങ്ങനെ വേണമെങ്കിലും പറയാം. താഴെ അവിടെ നമുക്കിങ്ങനെ കളകളാരവൊക്കെ കേൾക്കാം അരുവിയുടെ. അപ്പോൾ നമ്മളിത് ആ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പുറകോട്ട് വന്നത് താഴെ നമുക്ക് അരുവി കാണാം. അത് നമ്മൾ ആനയിറങ്ങൽ ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം കേട്ടോ ഈ അരുവി കൂടെ വരുന്നത്. വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. സോ നമുക്ക് പ്രൈവറ്റായിട്ടൊരു അരുവി ഉണ്ട്. നമ്മളിത് അരുവിയിലേക്ക് പോവുക. ഇപ്പോൾ സംഭവം കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഇത് കയറൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങണത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വിചാരിക്കണ പോലെ സ്റ്റീപ്പൊന്നുമല്ല. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് കയറ് കെട്ടിയിട്ടുണ്ടെന്നുള്ളവർ. അപ്പം നമ്മൾ ആ ഒരു അരുവിയുടെ അടുത്തെത്തിയേക്കാണ്. കണ്ടില്ലേ അപ്പുറത്തൊക്കെ നല്ല ഫോഴ്സുള്ള ഏരിയ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. സേഫായിട്ടുള്ളൊരു ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം. അപ്പം നമ്മളിത് ഇറങ്ങിയേക്കാണ് അരുവിയിൽ. അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ തന്നെ. അപ്പുറത്തെ വലിയ വെള്ളച്ചാട്ടം, അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. നിങ്ങൾക്ക് കാണാണ്ടോ അറിയില്ല, ആ ഭാഗത്ത് കണ്ടോ. അപ്പം അതെ അപ്പുറത്തെ ഒരു ഭീകര വെള്ളച്ചാട്ടം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, നല്ല ഫോഴ്സില്ല. ഡാം എന്ന് പറഞ്ഞ വെള്ളമല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ചെറിയൊരു കൈവഴി ഉണ്ട് ഈ ഭാഗത്ത് കൂടെ. അപ്പം നമ്മൾ ഇവിടെയാണ് കുളിക്കുന്നത്. അവിടെയൊക്കെ എന്ത് ഫോഴ്സിലാണ് പോകുന്നത് നോക്കി.
അപ്പോൾ നമ്മളിത് ആ ഒരു അരുവിയിലൊരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മുകളിലേക്ക് കയറി. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, റൂം ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് പറ്റുകയാണെങ്കിൽ ആനയിറങ്കൽ ഡാമിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ പേഴ്സണൽ മെസ്സേജ് അയക്കണം എന്നുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിൽസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.